മുഖ്യമന്ത്രി ചർച്ചകളിൽ വി ഡി സതീശനെ പരസ്യമായി പിന്തുണച്ച മുസ്ലിം ലീഗ്. എക്സിറ്റ് പോളുകളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശന് ലഭിച്ച പിന്തുണ ജനവികാരമാകുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രതികരണം. ജനവികാരം പരിഗണിച്ചാകും UDF തീരുമാനമെടുക്കുകയെന്നും തങ്ങൾ പറഞ്ഞു. എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും ശരിയാണെന്ന് പറഞ്ഞ കെ മുരളീധരൻ മുഖ്യമന്ത്രി ചർച്ചകൾ ഇപ്പോൾ നടത്തേണ്ടതില്ലെന്നും പ്രതികരിച്ചു. അതെ, അതങ്ങനെ തന്നെയാണല്ലോ. ആളുകൾ ആ രീതിയിൽ വിലയിരുത്തുന്നു. ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എക്സിറ്റ് പോളിൽ തന്നെയാണല്ലോ വന്നിട്ടുള്ളത് അല്ലേ? അതെ അതെ അതെ, ആളുകൾ ആ രീതിയിൽ വിധി എഴുതിയിട്ടുണ്ടാവും. മന്ത്രിസഭ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ജനവികാരത്തിന് അനുകൂലമായിട്ട് തന്നെ ആയിരിക്കും UDF നിന്നൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവുക. തീർച്ചയായിട്ടും അതിപ്പോൾ ഞങ്ങള് അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. അവര് ജനവികാരത്തൊക്കെ മാനിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. അവരും കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്. മുസ്ലിം ലീഗിന് അവകാശപ്പെട്ടത് അത് UDF എപ്പോഴും അനുവദിച്ച് തന്നിട്ടുണ്ട്. തവണയും അങ്ങനെ തന്നെ ഉണ്ടാവും. അർഹതപ്പെട്ടത് ലീഗിന് കിട്ടും, അത്രേ ഉള്ളൂ. ഞങ്ങൾ അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. എല്ലാ എക്സിറ്റ് പോളുകളും ഒരേ വിഷയം പറയുമ്പോൾ അത് യാഥാർത്ഥ്യമാവാറാണ് സാധാരണ പതിവ്. ഇപ്പോൾ ഞങ്ങളെടുത്ത കണക്ക് അനുസരിച്ച് 80 മുതൽ 90 വരെയുള്ള സീറ്റുകൾ ലഭിക്കുന്നതാണ് പാർട്ടി എടുത്തിട്ടുള്ള ഒരു കണക്കിൽ വ്യക്തമാണ്. ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റും എക്സിറ്റ് പോളിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ രണ്ടും ഏതാണ്ട് തുല്യമാണ്. UDFനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിജയം ഉറപ്പാണ്. പിണറായി വിജയൻ അങ്ങനെ വലിയ മുൻതൂക്കം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മുൻതൂക്കം ഉണ്ടെങ്കിൽ ആ പാർട്ടി ജയിക്കണ്ടേ. ഏതായാലും ഞാൻ പറഞ്ഞത് 4-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് ആര് മുഖ്യമന്ത്രിയാവണമെന്നുള്ള കാര്യമൊക്കെ അന്ന് ചർച്ച ചെയ്താൽ മതിയല്ലോ. ഇന്ന് തന്നെ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, സമയമുണ്ട് ധാരാളം. മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള പരസ്യ ചർച്ചകളിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കമാൻഡ് KPCCക്ക് നിർദ്ദേശം നൽകി. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന ചർച്ചകളിൽ കർശന നടപടി സ്വീകരിക്കാനാണ് KPCCയുടെ തീരുമാനം. എസ് രഞ്ജിത്തും റോഷിപാലുമുണ്ട് തത്സമയം. ആദ്യം രഞ്ജിത്തിലേക്ക്. രഞ്ജിത്ത്, ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളോട് നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് എക്സിറ്റ് പോളുകൾ അത് ജനഹിതം അറിഞ്ഞുള്ളതായിരിക്കുമല്ലോ എന്ന മട്ടിലാണ്. അത് വി ഡി സതീശന്റെ പേര് നിർദ്ദേശിച്ചു എന്ന് പറയുന്ന സമയത്തും അതനുസരിച്ച് തന്നെയായിരിക്കും, ജനഹിതം അനുസരിച്ച് തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആളെ തീരുമാനിക്കുക എന്ന മട്ടിലുള്ളൊരു പ്രതികരണമാണോ നൽകിയത്? ആ അർത്ഥത്തിൽ വി ഡി സതീശന് ഇപ്പോൾ എക്സിറ്റ് പോളുകൾ കൊടുത്തിരിക്കുന്ന പിന്തുണയെ ശരിവയ്ക്കുകയാണോ ലീഗ്? ഡോക്ടർ അരുൺകുമാർ, തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സമിതി യോഗം നടന്ന ഘട്ടത്തിൽ ആ സംസ്ഥാന സമിതി യോഗത്തിൽ PK ബഷീർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വി ഡി സതീശന് വലിയ തോതിൽ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനോ PK കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള മുതിർന്ന നേതാക്കന്മാരോ ആ യോഗത്തിൽ അത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നില്ല. എന്നാൽ ലീഗിനുള്ളിലുള്ള ഒരു യുവനിര മുഴുവൻ, KM ഷാജി ഉൾപ്പെടെ ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള ആളുകൾ, ആ യുവനിര മുഴുവൻ വി ഡി സതീശന് ആ യോഗത്തിൽ പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ലീഗ് അതിന്റെ ഔദ്യോഗിക അഭിപ്രായമായിട്ട് അത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ എക്സിറ്റ് പോളുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് വി ഡി സതീശന് അനുകൂലമായിട്ടായിരിക്കാം ജനഹിതം. ആ ജനഹിതം മറച്ചു വെച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിനും സാധിക്കില്ലല്ലോ, UDFന് സാധിക്കില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ വി ഡി സതീശന് വലിയ തോതിലുള്ള സ്വീകാര്യതയുണ്ട് എന്ന കാര്യം ലീഗ് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ സാങ്കേതികമായി കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കുന്നതിൽ ലീഗ് ഇടപെടാറില്ല, ലീഗ് അതിൽ അഭിപ്രായം പറയാറില്ല. പക്ഷേ മുഖ്യമന്ത്രി ആരാകണം എന്ന കാര്യത്തിൽ ചില അഭിപ്രായം ലീഗിനുണ്ട്. UDFന്റെ മുഖ്യമന്ത്രിയാണല്ലോ എന്ന തോതിൽ കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെക്കുറിച്ചൊരു കാഴ്ചപ്പാട് ലീഗിനുണ്ട്. ലീഗിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളെ കേൾക്കുകയും ഘടകകക്ഷികൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി വരണം എന്നുള്ളതാണ്. തുടക്കത്തിൽ വി ഡി സതീശൻ അങ്ങനെ ഒരു മുഖ്യമന്ത്രി അല്ല, ഒരു കടുംപിടുത്തക്കാരൻ എന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ലീഗിന് ചെറിയ അതൃപ്തി ഉണ്ടായിരുന്നു. പിന്നീട് ലീഗിനോടുകൂടി ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് വി ഡി സതീശനും വന്നു എന്നതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും KC വേണുഗോപാലും ഒക്കെ ലീഗിന്റെ പരിഗണനയിലുണ്ട്. പക്ഷേ ജനപിന്തുണ മാനിക്കുന്നു എന്നൊരു വാക്ക് ഇന്നിപ്പോൾ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞു വെക്കുകയാണ്. ഓക്കെ.